സ്കോർ ലൈൻ കേരള പ്രീമിയർ ലീഗ് 2023-2024 സീസണിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു സീസണിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഫൈനൽ മത്സരത്തിൽ ഈ ടൂർണമെന്റിലെ തന്നെ ഏറ്റവും മികവുറ്റ രണ്ട് ടീമുകളെ ഈ ഒരു അവസരത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇറ്റ്സ് ബിറ്റ്വീൻ സാറ്റ് തിരൂർ ആൻഡ് കേരള യുണൈറ്റഡ് FC. നിതിൻ, മുക്താർ, നൗഫൽ, ജഡേജ എന്നിവരുണ്ട്. മുഹീബ്, ക്രൈഗ്, തുഫൈൽ എന്നിവർ മിഡ്ഫീൽഡിലും റഹീം, വില്യം, PC എന്നിവർ മുന്നേറ്റ നിരയിലും എത്തുകയാണ്. ഫുട്ബോൾ പ്രേമികളുടെ ഒരുപാട് കളിക്കാരുടെ ഒക്കെ തന്നെയും സ്വപ്നമാണ് സമോഹനമായ കേരള പ്രീമിയർ ലീഗിന്റെ കനക കിരീടം. അതിന് തൊട്ടടുത്ത് റണ്ണേഴ്സ് അപ്പ് ട്രോഫിയും. ഏതാനും നിമിഷങ്ങൾക്കകം ഈ ഫൈനൽ മാച്ച് ഇവിടെ കിക്ക് സ്റ്റാർട്ട് ആവുന്നതാണ്. ലോക ഫുട്ബോൾ ചക്രവർത്തിമാരിൽ ഒരാളായ സാക്ഷാൽ ഡിയാഗോ മറഡോണയുടെ കാൽപാദം പതിഞ്ഞ വേദിയിൽ സ്കോർ ലൈൻ കേരള പ്രീമിയർ ലീഗ് ഫൈനൽ മാച്ച് ബിറ്റ്വീൻ സാറ്റ് തിരൂർ ആൻഡ് കേരള യുണൈറ്റഡ് FC. തുടക്ക നിമിഷങ്ങളിൽ പറഞ്ഞു പോകാമെന്ന് തന്നെ കരുതിയതാണ്. എന്തായാലും ഈ മത്സരത്തിന്റെ ചൂട്, ഈ മത്സരത്തിന്റെ വീറ്, ഈ മത്സരത്തിന്റെ വാശി ആ ഒരു ഇൻസിഡന്റിനെ ചുറ്റിപ്പറ്റിയാകുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയായും ഉറപ്പ് തന്നെയാണ്. യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം വീറോടെ വാശിയോടെ പൊരുതേണ്ടതുണ്ട് സ്കോർ ലൈൻ കേരള പ്രീമിയർ ലീഗിന്റെ ഈ മത്സരത്തിൽ. ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ ആരാധകരെ ഈ ഒരു മത്സരത്തിന്റെ സ്കോർ ലൈൻ കേരള പ്രീമിയർ ലീഗിന്റെ ഫൈനൽ പോരാട്ടത്തിന്റെ വേദിയിലേക്ക് സുസ്വാഗതം ചെയ്യുകയാണ്. യുണൈറ്റഡിന് അനുകൂലമായ കോർണർ കിക്ക്, സ്വാമ ഇൻ സ്വിംഗിംഗ് ബോൾ ആൻഡ് ഇറ്റ് ഈസ് അഗൈൻ തൻവീർ ഫ്ലൈയിങ് ഹെഡർ. രക്ഷപ്പെടുത്തലാണ് കാണുന്നത്. അപ്രോച്ച് തീർച്ചയായും ഈ ഒരു മത്സരത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ കാണാൻ സാധിക്കുന്നു. ഇതായിരുന്നു ആ ഒരു മുന്നേറ്റം. യെസ്, ബാക്ക് ടു ബാക്ക് സേവ് ആദ്യം തൻവീറിൽ നിന്നുമാണ് തുടങ്ങി വെച്ചത്. രണ്ടാമത്തെ രക്ഷപ്പെടുത്തലും നമ്മൾ ഒരു ഫ്ലൈയിങ് ഹെഡിലൂടെ കാണാം. എക്സ്ട്രാ ടൈമിലേക്കും ശേഷം പെനാൽറ്റി ഷൂട്ട് ഔട്ടിലേക്കും കടക്കുന്ന ഒരു കാഴ്ച. ലോങ് റേഞ്ച് അറ്റംപ്റ്റ് ആണ് അവിടെ, പക്ഷേ ചെറിയ വ്യത്യാസത്തിൽ ഫ്രെയിമിന് പുറത്തേക്ക് പറന്നു പോകുന്ന ഒരു കാഴ്ച. വളരെ നല്ലൊരു ഷോട്ട് എടുക്കാനുള്ള ഒരു അവസരമായിരുന്നു. ഇതായിരുന്നു വില്യം റഹീമിലേക്ക് നൽകിയ ഒരു ബ്ലാസ്റ്റർ. യുണൈറ്റഡ് ആണ്. തൻവീർ ടു നിഷാം, നിഷാമിൽ നിന്ന് നേരെ സെൻട്രൽ സർക്കിളിന് തൊട്ടടുത്തേക്ക് പന്ത്. വളരെ ടഫ് ടാക്കിളാണ് അവിടെ ക്രൈഗിൻ്റെ ഭാഗത്ത് നിന്നും. സോ അതുകൊണ്ട് തന്നെ ഒരു ഫ്രീ കിക്കിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. നമ്മൾ റിസൾട്ടുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇതായിരുന്നു ആ ഒരു മുന്നേറ്റം, അതുപോലെ തന്നെ ആ ഒരു ഫൗള്. യെസ്, നമ്പർ 5 ക്രൈവ് ഡിഫൻസീവ് മിഡ്ഫീൽഡ് ഫൗൾ ചെയ്ത് വീഴ്ത്തത്. സാറ്റ് തിരൂരിന്റെ ആദ്യ മത്സരം അവർ കളിച്ചത് കേരള പോലീസിനെതിരെയാണ്. നമ്മൾ ഏവരും തന്നെ ഓർത്തിരിക്കുന്ന ഒരു മത്സരമാണ്. എതിരില്ലാത്ത 5 ഗോളുകളുടെ പരാജയമാണ് ആ ഒരു മത്സരത്തിൽ അവർ നേരിട്ടത്. വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു താരമാണ്. മറുവശത്തെ ഗോൾ കീപ്പറും ശ്രീനാഥിനെ അറിയാമല്ലോ, വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ഒരു ഗോൾ കീപ്പറാണ് കണ്ണൻ രാജു. അവിടെ ചെറിയ തോതിലുള്ളൊരു ഒരു സിറ്റുവേഷനാണ് അവിടെ. എന്തായാലും അത് അങ്ങനെ തന്നെ അവസാനിക്കട്ടെ. ചെറിയ രീതിയിലുള്ളൊരു വാക്ക് തർക്കത്തിലേക്ക് പോകുന്നു. മെഹദി അതിൽ ഇടപെടുകയാണ്. മെഹദി, മുക്താർ പോലെയുള്ള താരങ്ങൾ. ഉമർ മുക്താർ നമുക്കറിയുന്നത് പോലെ തന്നെ ഫോർമർ ഗോകുലം കേരള FC താരമായിരുന്നു. ഇതാണ് നമ്പർ 49 വില്യമും യദു കൃഷ്ണയും തമ്മിലുള്ള ഒരു ബോളിനായിട്ടുള്ള ശ്രമത്തിനിടയിൽ നടന്ന ഒരു ഇൻസിഡന്റാണ് നമ്മൾ കണ്ടത്. ഒരു താരം തന്നെയാണ് വില്യം. ഒരുപാട് മികവുറ്റ മത്സരങ്ങൾ, അതും ഐ ലീഗിലും ISL-ലും ഒരേപോലെ തന്നെ കളിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ള താരം. പക്ഷേ കേരള യുണൈറ്റഡിൻ്റെ അതുപോലെ തന്നെ KPL-ൻ്റെ ഈ ഒരു റണ്ണിലേക്ക് വരുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും കൊണ്ട് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചോ എന്നുള്ളൊരു ചോദ്യം വന്നാൽ ഉത്തരം 2 ആയിരിക്കും. ആ റീപ്ലേയിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഈ സ്ക്രീനിങ് ദ ബോൾ, ആ ബോളിനെ വളരെ കൃത്യമായി സ്ക്രീൻ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അത് തന്നെ തീർച്ചയായും 1995 ജൂലൈ മാസം 6-ാം തീയതിയാണ് വില്യം ജനിക്കുന്നത്. മിസോറാം സ്വദേശിയാണ് അദ്ദേഹം. നിലവിൽ 28 വയസ്സുണ്ട് അദ്ദേഹത്തിന്. 28 വയസ്സ്. 28 വയസ്സിനകത്ത് തന്നെ ഇത്രയും ടീമുകൾക്ക് അദ്ദേഹം പെർഫോം ചെയ്തു. ഇത്രയും ടീമുകളുടെ ജേഴ്സി അണിയാൻ സാധിച്ചു. ആൻഡ് ഒരു യെല്ലോ കാർഡും നേടിക്കൊടുക്കാൻ സാധിക്കുന്നു. മെച്യൂരിറ്റിയും ഈ ഒരു മത്സരത്തിൽ അദ്ദേഹം കാണിക്കണം. എന്തായാലും ഒരു കാർഡ് സിറ്റുവേഷനിലേക്ക് എത്തിച്ചേരുകയാണ് ബിനീഷേട്ട. നമുക്കൊരു ഫ്രീ കിക്ക് ലഭിക്കുന്നു. ഇവിടെ കാർഡാണ് ലഭിച്ചതെങ്കിലും ഫ്രീ കിക്ക് അനുകൂലമായി PC കേരള യുണൈറ്റഡിനായി. 10 നമ്പർ ജേഴ്സിക്കാരൻ്റെ ആ ലോങ് ബോൾ ഔട്ട് സ്വിംഗ് ബോളാണ്. സാധാരണ ഔട്ട് സ്വിംഗ് അല്ല, ഈ തരത്തിലുള്ള ബോളുകൾ, അതായത് വളരെ ഫ്ലാറ്റായ ബോളുകളാണ് സ്വാമയിൽ നിന്നും കാണാൻ സാധിക്കാറ്. രണ്ടാം പകുതിക്ക് തുടക്കമാകുന്നു. സ്കോർ ലൈൻ കേരള പ്രീമിയർ ലീഗിന്റെ സമോഹനമായ ഫൈനൽ പോരാട്ടത്തിന്റെ രണ്ടാം പകുതിയിലേക്ക് സ്വാമ വളരെ ഫ്ലാറ്റായ ലോ കിക്ക് ഹെഡ് ചെയ്ത് അകറ്റുന്നു.
സാറ്റ് തിരൂർ ഡിഫൻസ് വീണ്ടും സ്വാമിയിലേക്ക് വലതുവശത്തും സ്വിംഗിംഗ് ബോൾ ക്ലിയറൻസ് ആൻഡ് ഇറ്റ്സ് കണ്ണൻ രാജു ദ സേവർ. കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം മികച്ച ഫോമിൽ നിൽക്കുന്ന കണ്ണൻ രാജുവിടെ കൈകളിൽ തന്നെ ആ ബോൾ ഭദ്രമായി എത്തിച്ചേരുന്നു. ഒന്നാം കേരള യുണൈറ്റഡ് അഗൈൻ വലതുവശത്ത് കൂടെ തന്നെ മുഹീബിൽ നിന്നും റഹീം, നിതിൻ്റെ ഓവർലാപ്പ്. ഓ വളരെ 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 എളുപ്പത്തിലുള്ള ഒരു പന്താണ് പി സിയിലേക്ക് എത്തിച്ചേർന്നത്. ബ്യൂട്ടിഫുൾ ക്രോസ് ഫ്രം നിതിൻ ഫാർ പോസ്റ്റിലേക്കാണ്, പക്ഷെ അത് കണക്ഷൻ പെർഫെക്ഷൻ വരുന്നില്ല. ഏറ്റവും നല്ല അവസരം കണക്ഷൻ മാത്രം. പി സി കോട്ട് ഓൺ പൊസിഷൻ. ലെനിനാണ് ആ ബോൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരു ലോങ് ബോൾ. യദു കൃഷ്ണ വളരെ സ്പീഡി ഫോർവേഡ് ആണ്. യദു കൃഷ്ണ നമ്പർ 19 and it is Yadu Krishna for you. Number 19 surprisingly number 19 Yadu Krishna sat തിരൂരിനായി വിപരീതമായി. It was a solo run. I told he is a speedy striker. ഡിഫൻഡറുടെ പിഴവ് മുതലെടുത്തുകൊണ്ട് അത് കൃത്യമായി വലയിലേക്ക് എത്തിക്കുന്നു. സിദ്ധാർത്ഥിന് അവിടെ ഫുൾ സ്ട്രെച്ച് ഡൈവ് ഉണ്ടായിരുന്നു, എന്നിട്ടും ഓർന്നില്ല. നേരത്തെ ബിനീഷേട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മനോഹരമായ രീതിയിലുള്ള ഫുട്ബോൾ കാഴ്ചവെച്ചുകൊണ്ടിരുന്ന സാറ്റ് തിരൂർ അവിടെ മനോഹരമായ മറ്റൊരു മുന്നേറ്റം. ഓവർ എംബീഷ്യസ്, ഒരല്പം ധൃതി കാണിക്കുന്നു. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ആംഗിളാണ് ഗോൾ കണ്ടെത്താൻ. 0 ആംഗിളിന്റെ പുറത്തുനിന്നാണ് ലെനിൻ ആ ഷോട്ട് ഉതിർത്തത്. നിശ്ചിത 45 മിനിറ്റ് ഒന്നാം പകുതി അവസാനിച്ചപ്പോൾ 0-0 സമനിലയിൽ രണ്ട് ടീമുകളും പിരിഞ്ഞത് നമ്മൾ കണ്ടു. അതിനുശേഷം മനോഹരമായ ഒരു ഗോൾ 49ാം മിനിറ്റിൽ അവിടെ യദു കൃഷ്ണ സ്കോർ ചെയ്യുന്നത് നമ്മൾ കണ്ടു. അവിടെ പെനാൽറ്റി ഏരിയക്ക് തൊട്ടുപുറത്തൊരു ഇൻസിഡന്റ് ഉണ്ട് ബിനീഷേട്ടാ. യെസ്, ഏതൊരു താരവും ഒരു ഫ്രീ കിക്ക് എടുക്കാൻ കൊതിക്കുന്ന ഒരു പൊസിഷനിലാണ് ഇപ്പോൾ. ഒരു ഫൗളിലൂടെ കേരള യുണൈറ്റഡിന് ഫ്രീ കിക്ക് ലഭിച്ചിരിക്കുന്നത്. മുഹീബിനെ ഒരു റണ്ണിനെ തടസ്സപ്പെടുത്തിയതിനാണ് കേരള യുണൈറ്റഡിനായിട്ടുള്ള ആ ഫ്രീ കിക്ക്. മുഹീബ് പ്രൊഫൈൽ നൽകിയ ആ പാസ് മുഹീബ് കൺട്രോൾ. കുക്കി ക്യാൻ ബി എ സ്വീറ്റ് കുക്കി. കുക്കിക്ക് ഒരു ജ്യൂസി ഏരിയ തന്നെ അവിടെ ഫ്രീ കിക്കിനായി ലഭിച്ചിരിക്കുന്നു. ഇറ്റ്സ് കുക്കി പെനാൽറ്റി ഏരിയയിലേക്കോ ചെറിയ വ്യത്യാസത്തിൽ ആ പന്ത് പുറത്തേക്ക് പോകുന്ന കാഴ്ച. യെസ്, കൂടി കേരള യുണൈറ്റഡ് ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ ഗോൾ ഒരിക്കലും വഴങ്ങരുത്. ഇതായിരുന്നു ആ ഫ്രീ കിക്ക്. 5 മാൻ ബോൾ, അതിന് മുകളിലൂടെ ടാർഗറ്റിലേക്ക് മാത്രം എത്തിയില്ല. ഏജിയുടെ ലോങ് ത്രോ പെനാൽറ്റി ഏരിയക്കകത്ത് യുണൈറ്റഡ് താരങ്ങൾ. കുക്കി ബോൾ അവിടെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നു അവസാന നിമിഷം. ബിനീഷേട്ട ആ ഒരു മുന്നേറ്റം കൂട്ടപ്പൊരിച്ചിലാണ് അത് എന്നെ കൊണ്ടെത്തിച്ചത് കേരള യുണൈറ്റഡും സാറ്റും തമ്മിലുള്ള അവസാന മത്സരത്തിന്റെ അവസാന സെക്കൻഡുകളിലേക്കാണ്. എന്റെ ഓർമ്മകൾ മിനിറ്റ് പിടിച്ചു നിൽക്കുക അല്പം ബുദ്ധിമുട്ട് തന്നെയാണ്. റിസ്വാൻ അലിയുടെ കിക്ക് നേരെ പെനാൽറ്റി ഏരിയയിലേക്ക്, ഹെഡർ ക്ലിയറൻസ് ഒടുവിൽ പെനാൽറ്റി ഏരിയയ്ക്ക് തൊട്ടുപുറത്തു നിന്ന് ആ പന്തിനെ തിരികെ സ്വീകരിച്ചുകൊണ്ട് വീണ്ടും കേരള യുണൈറ്റഡ് FC. നല്ലൊരു ജ്യൂസി ഡെലിവറിയാണ് ഫാർ പോസ്റ്റിലേക്ക്. നല്ലൊരു ചാൻസ്. അവിടെ ഒരു മത്സരത്തിന്റെ 91ാമത് മിനിറ്റിൽ സാറ്റ് തിരൂരിനെതിരായി ഒരു പെനാൽറ്റി വിധിക്കുകയാണ് ഇവിടെ മുഖ്യ റഫറി. ടൈമിൽ കേരള യുണൈറ്റഡിന് അനുകൂലമായ പെനാൽറ്റി കിക്ക്. ഈ പെനാൽറ്റി കിക്ക് തീർച്ചയായും കേരള യുണൈറ്റഡിന്റെ അതുപോലെ തന്നെ സാറ്റ് തിരൂരിന്റെ ഭാഗതയും ഈ ഒരു ടൂർണമെന്റിൽ എങ്ങനെയാവും എന്നുള്ളത് നിർണ്ണയിക്കും. തിരിച്ചു ഓവർ ദ ബോൾ. ഇറ്റ്സ് കുക്കി. It's so beautiful, so elegant, just looking like, oh, what a cookie, what a sweet cookie. Cookie scoring for Kerala United, equalizer. It's scoreboard 1-1. United FC. It is a cookie trade, exactly. What a cool-headed penalty from this little man looking like Maradona. He scores for Kerala United, equalizing 1-1 എന്ന സമനില ഗോൾ കണ്ടെത്തുന്നു കുക്കി. What an impact from this small man. തീർച്ചയായും മറക്കുന്നൊരു സുപ്രധാനമായ സംഗതിയുണ്ട്. What was my prediction?
We are moving on to the 92nd minute of this game. No, Srinath, it is Jadeja again. Oh, it is all now Kerala United. Kerala United ന്റെ മുന്നേറ്റം. റിസ്വാൻ അലിയുടെ പാസ് വലതുവശത്ത്. കോക്കെ നമ്പർ 5 Craig. No, it is a long kick. ഇല്ല. Oh, again മെഹദിയെ ഫൗൾ ചെയ്തതിന് താൽക്കാലികമായിട്ടെങ്കിലും രക്ഷപ്പെടുന്നു. റൈറ്റ് ഫ്ലാങ്കിലേക്ക് ത്രൂ ബോൾ ടു കൂക്കി. വാട്ട് എ സ്പീഡ് ഫ്രം ദാറ്റ് ലിറ്റിൽ മാൻ. പെനാൽറ്റി ഏരിയയുടെ അകത്ത് കൂക്കി. അവിടെ റഹീം മുന്നോട്ട് ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് എ കർവിംഗ് ബോൾ. അഗൈൻ ക്ലിയറൻസ് ആണ് ഡിഫൻഡറുടെ ആക്റ്റീവായി യൂസ് ചെയ്യാൻ പോകുന്നത്. അവിടെ ജഡേജയുടെ ഒരു ടിപ്പിക്കൽ ജഡേജ ത്രോ ഇൻ ടു ദ പെനാൽറ്റി ഏരിയ. കേരള യുണൈറ്റഡ് 2 against സാറ്റ് തിരൂർസ് 1 ഗോൾ. മത്സരത്തിന്റെ 67ാമത് മിനിറ്റിൽ മനോഹരമായൊരു ഗോൾ കൂടി കണ്ടെത്തിക്കൊണ്ട് മത്സരത്തിന്റെ 97ാമത് മിനിറ്റിൽ രണ്ടാമത് ഗോൾ കൂടി സ്കോർ ചെയ്തുകൊണ്ട് ഇറ്റ്സ് കേരള യുണൈറ്റഡ് 2 സാറ്റ് തിരൂർ 1. രണ്ടാമത്തെ ഗോൾ നേടിയെടുക്കുന്നു. ശ്രീനാഥിന്റെ പ്രൊഡിക്ഷൻ തകരാൻ പോകുന്നു. സങ്കടമുണ്ട്. പക്ഷേ അർഹിച്ച തിരിച്ചുവരവ് തന്നെയാണ്. ഓ, വാട്ട് എ കണക്ഷൻ. ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ത്രോ എടുക്കുന്ന താരം ജഡേജയുടെ ലോങ് ത്രോ ലെങ്കി കണക്ഷൻ. വാട്ട് എ കണക്ഷൻ. ആ ഇൻസൈഡ് ഓഫ് ദ ഫുട്ട് കൊണ്ടുള്ള ആ ടച്ച്, പെർഫെക്ഷൻ ഓഫ് ദാറ്റ് കിക്ക്. രണ്ടാമത്തെ ഗോൾ ലെങ്കി നേടുന്നു. കേരള യുണൈറ്റഡ് അർഹിച്ച രണ്ടാമത്തെ ഗോൾ. ഈ രണ്ടാം പകുതിയുടെ സബ്സ്റ്റിറ്റ്യൂഷന് ശേഷം ഒരു ലിങ്ക് 98ാമത് മിനിറ്റിൽ മത്സരം അവസാനമായി സീൽ ചെയ്യുന്ന കേരള യുണൈറ്റഡ് എഫ്സിയെ കാണാം. സാറ്റ് തിരൂരിനെതിരെ നിശ്ചിത 90 മിനിറ്റും അതിന്റെ എക്സ്ട്രാ ടൈമും കഴിയുമ്പോൾ 1-1 സമനിലയിലെത്തി. അതിനുശേഷം എതിരില്ലാത്ത 2 ഗോളുകൾ വീണ്ടും എക്സ്ട്രാ ടൈമിൽ സ്കോർ ചെയ്തുകൊണ്ട് ഇറ്റ്സ് കേരള യുണൈറ്റഡ് എഫ്സി 3 സാറ്റ് തിരൂർ 1. മോഹങ്ങൾ മുരടിച്ചു. സാറ്റ് തിരൂരിന്റെ മോഹങ്ങളെല്ലാം മുരടിപ്പിച്ചുകൊണ്ട് മൂന്നാമത്തെ ഗോൾ അടിച്ചു കയറ്റുന്നു മുഹീബ്. നമ്പർ 8 ജേഴ്സിയിൽ റഹീമിന്റെ പാസ്. ഇറ്റ് ഈസ് ആൾ കേരള യുണൈറ്റഡ്. നൗ കേരള യുണൈറ്റഡ് ലീഡിങ് 3-1 എന്ന സ്കോർ മാർജിനിൽ കേരള ഈ കിരീടം പോകുമെന്നുള്ളതിൽ ഉറപ്പായി. 30 സെക്കൻഡ് ഗോൾ ബാക്കിയുണ്ടാകും. ഏതാണ്ട് ഒരു 30 സെക്കൻഡ് ബാക്കിയുണ്ടാകും. കേരള യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം വിജയിച്ചിരിക്കുന്നു ഒഫീഷ്യലി. Full time score at Jawahar Municipal Stadium, Kannur. It's Kerala United FC 3, Sat Tirur 1. Scoreline Kerala Premier League ന്റെ സമോഹന കനക കിരീടം കേരള യുണൈറ്റഡ് എഫ് സി ഈ മത്സരത്തിൽ കരസ്ഥമാക്കുന്നു. അവരുടെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് അവരുടെ ട്രോഫി ക്യാബിനറ്റിലേക്ക് മികവുറ്റ നല്ല ഒന്നാം തരം കുറച്ച് ട്രോഫികൾ കൂടി അവർക്ക് എഴുതി ചേർക്കാനായി എടുത്തെത്തിക്കാനായി സാധിക്കുന്നു. ഓഫ് കോഴ്സ് ഒരു മനോഹരമായൊരു ടൂർണമെന്റിന്റെ അവസാന ഘട്ടത്തോടെടുക്കുമ്പോൾ കേരള യുണൈറ്റഡ് എഫ് സി ഒരു ഡിസൈഡർ മത്സരത്തിൽ അവരുടെ അതിനിർണായകമായ പോരാട്ടത്തിൽ കൃത്യമായ പോരാട്ട വീര്യം കാഴ്ചവെച്ചുകൊണ്ട് 1-3 ഗോളുകൾ സ്കോർ ചെയ്തുകൊണ്ട് ഈ ഒരു മത്സരത്തിൽ വിജയം കൊയ്യുന്ന ഒരു കാഴ്ച. പകുതിയിൽ എല്ലാം കേരള യുണൈറ്റഡ് ആയിരുന്നു. അവർ ചെയ്തതെല്ലാം ശരി തന്നെയായിരുന്നു. അവസാന നിമിഷത്തിൽ ആവശ്യമുള്ള സമയത്ത് ഒരു പെനാൽറ്റി കിക്ക് നേടിയെടുക്കുന്നു. അത് കൃത്യമായി കൂക്കിക്ക് വലയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. അതിനുശേഷവും ഒന്നുമില്ല. സ്റ്റാറുകളായത് ഈ ടൂർണമെൻറ്റിലൂടെയാണ്. മികച്ച പ്രകടനം പുറത്തെടുത്ത മെഹദിയെ പോലുള്ള താരങ്ങളുണ്ട്, നിഷാമിനെ പോലെ താരങ്ങളുണ്ട്, ബഷീറിനെ പോലെ താരങ്ങളുണ്ട്. ഈ താരങ്ങൾ യദു കൃഷ്ണയെ പോലുള്ള താരങ്ങൾ പുതിയ താരങ്ങൾക്ക് ജന്മം നൽകിക്കൊണ്ടാണ് ഈ കേരള പ്രീമിയർ ലീഗിൽ നിന്നും സാറ്റ് തിരൂർ മടങ്ങിപ്പോകുന്നത്. മികച്ച പ്രകടനം താരങ്ങൾ സാറ്റ് തിരൂർ ഫോർ യു. മലപ്പുറത്തിൻ്റെ മണ്ണിൽ തിരൂരിൻ്റെ മണ്ണിൽ നിന്നും ഒരു പിടി തനത് താരങ്ങളെ, ഒരു പിടി മികവുറ്റ താരങ്ങളെയുമായി കളത്തിലേക്ക് കടന്നു വന്ന സാറ്റ് തിരൂർ. ചാമ്പ്യൻസിനുള്ള ട്രോഫി ഏറ്റുവാങ്ങാനായി കേരള യുണൈറ്റഡ് എഫ് സിയുടെ താരങ്ങളും അതുപോലെ തന്നെ പരിശീലകരും എത്തിച്ചേരുന്ന ഒരു കാഴ്ച. നൗഫൽ, സുനീർ ആൻഡ് സഹീദ് രാമോൺ, മുഖ്യ പരിശീലകനായ സഹീദ് രാമോണിന്റെ കീഴിൽ ഇത് രണ്ടാമത് കേരള പ്രീമിയർ ലീഗ് കിരീടമാണ് കേരള യുണൈറ്റഡ് എഫ് സിയെ സംബന്ധിച്ചിടത്തോളം അവർ നേടുന്നത്. 1000 വർഷങ്ങൾക്ക് മുൻപ് രൂപീകൃതമായ ക്വാഡ്സ് എഫ് സിയിൽ നിന്നും പുനർനാമകരണം ചെയ്ത് 2020 കൃത്യമായി പറഞ്ഞാൽ 4 വർഷങ്ങൾക്ക് മുൻപ് കേരള യുണൈറ്റഡ് എന്ന പേരിൽ പുനർനാമകരണം ചെയ്ത ഈ ഒരു ക്ലബ്ബ് യുണൈറ്റഡ് വേൾഡ് ഗ്രൂപ്പിന്റെ ചിറകിലേറി മധുര മനോഹര വിജയം ഈ ഒരു അവസരത്തിൽ കൈപ്പിടിയിൽ ഒതുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. And here we go, the champions of Kerala Premier League. കേരള യുണൈറ്റഡ് ചാമ്പ്യൻസ് ആവുകയാണ്. സ്കോർ ലൈൻ കേരള പ്രീമിയർ ലീഗിന്റെ മറ്റൊരു മധുര മനോഹര സീസണിൽ
സ്കോർ ലൈൻ കേരള പ്രീമിയർ ലീഗിന്റെ 10ാമത് സീസണിലെ ചാമ്പ്യൻസായി കേരള യുണൈറ്റഡ് FC വീണ്ടും കൺസിക്യൂട്ടീവായി 2ാം തവണയും അവരുടെ പേര് ആ ട്രോഫിയിൽ എഴുതി ചേർക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. Here we go once again, here we go, the champions of Scoreline Kerala Premier League, Kerala United FC for you.